പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നിരുന്നു. ഒരുവൻ അവനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ? തൻ്റെ ശിഷ്യന്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരരും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധ കന്യക മറിയം എത്രമാത്രം പ്രാധാന്യം ഉള്ള ഒരു വ്യക്തിയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം തൻ്റെ ജീവിതത്തിൽ നിറവേറ്റുന്ന ഒരു വ്യക്തി, ഒരമ്മ. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരുമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവവചനം വായിക്കാം, ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കാം, പ്രവർത്തിക്കാം, അത് ചെയ്യാം. മറ്റുള്ളവർക്കും ചെയ്യുവാനായിട്ട് നമ്മൾക്ക് വഴികൾ തുറന്നു കൊടുക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സമർപ്പണ തിരുനാൾ ഇന്ന് തിരുസഭ ആഘോഷിക്കുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായിരിക്കാം. അങ്ങനെയാകുമ്പോൾ സ്വർഗം സന്തോഷിക്കും. നമ്മളിലൂടെ അനേകം ആത്മാക്കളെ സ്വർഗത്തിന് നേടിയെടുക്കുകയും ചെയ്യാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.